നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിലെ 9 ശ്ലോകങ്ങൾ വരെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് നമുക്ക് 10-ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്നതായ നമ്മുടെ സൈന്യം അപര്യാപ്തമാണ്, അളവറ്റതാണ്. എന്നാൽ ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ഇവരുടെ സൈന്യമാകട്ടെ വളരെ പര്യാപ്തവുമാണ്, വളരെ പരിമിതം ആണ് എന്നർത്ഥം. ഇവിടെ പാണ്ഡവപക്ഷത്തും തൻ്റെ പക്ഷത്തും, അതായത് കൗരവപക്ഷത്തുമുള്ള സൈന്യബലത്തെ താരതമ്യം ചെയ്യുകയാണ് ദുര്യോധനൻ. പാണ്ഡവ സൈന്യത്തെക്കാൾ വലിയ സൈന്യബലം നമുക്കുണ്ട് എന്ന് മാത്രവുമല്ല, നമ്മുടെ സേനാനായകൻ യുദ്ധവിശാരദനും അജയ്യനുമായ ഗംഗാപുത്രൻ ഭീഷ്മ പിതാമഹനാണ്. പാണ്ഡവരുടെ സൈന്യം വളരെ പരിമിതവും അത് നയിക്കുന്നത് വലിയ യുദ്ധപരിചയമൊന്നുമില്ലാത്ത ഭീമനുമാണ്. അതായത് നമ്മുടെ സൈന്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ പാണ്ഡവ സൈന്യം വളരെ നിസ്സാരമാണ് എന്നാണ് ദുര്യോധനൻ ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകം. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഭവന്തഃ സർവ, നിങ്ങൾ എല്ലാവരും, സർവേഷു അയനേഷു, എല്ലാ സ്ഥാനങ്ങളിലും, തന്ത്രപ്രധാനമായ എല്ലാ സ്ഥലങ്ങളിലും എന്നർത്ഥം. യഥാഭാഗം അവസ്ഥിതാഃ, വേണ്ട പോലെ നിലയുറപ്പിച്ച്, ഭീഷ്മമേവ അഭിരക്ഷന്തു, ഭീഷ്മനെ തന്നെ രക്ഷിക്കണം. അതായത് നിങ്ങളെല്ലാവരും ഭീഷ്മ പിതാമഹനെ അനുസരിക്കണം, അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിക്കണം എന്നാണ് പറയുന്നത്. അതായത് കൗരവ സേനയുടെ വിജയം ഭീഷ്മ പിതാമഹനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് ദുര്യോധനന് ഉത്തമ ബോധ്യമുണ്ട്. ഭീഷ്മ പിതാമഹൻ ഉള്ളിടത്തോളം കാലം കൗരവർക്ക് ഭയക്കേണ്ടതായിട്ടൊന്നുമില്ല എന്ന് വെച്ചിട്ട് വളരെ അലസമായിട്ട് യുദ്ധത്തിനെ കാണുന്നുമില്ല ദുര്യോധനൻ. അതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹന്റെ രക്ഷയിൽ സവിശേഷ ശ്രദ്ധ വേണം എന്ന് ദ്രോണാചാര്യനോട് പറയുന്നത്. അതുപോലെ ശത്രു സൈന്യം ഭേദിച്ചേക്കാവുന്ന തൻ്റെ സൈന്യവ്യൂഹത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലെല്ലാം വീരയോദ്ധാക്കൾ തന്നെ നിൽക്കേണ്ടതുണ്ട് എന്നുകൂടി ദ്രോണാചാര്യനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദധ്മൗ പ്രതാപവാൻ. പ്രതാപവാൻ കുരുവൃദ്ധ പിതാമഹ, പ്രതാപവാനും കുരുവൃദ്ധനുമായ പിതാമഹൻ. പിതാമഹൻ എന്ന് വെച്ചാൽ മുത്തച്ഛൻ. അതായത് ഭീഷ്മ പിതാമഹൻ തസ്യ ഹർഷം സഞ്ജനയൻ, ദുര്യോധനന് സന്തോഷം ഉണ്ടാക്കുമാറ്, ഉച്ചൈ സിംഹനാദം വിനദ്യ ശംഖം ദധ്മൗ, ഉച്ചത്തിൽ സിംഹഗർജനം പുറപ്പെടുവിച്ചുകൊണ്ട് തൻ്റെ ശംഖ് വിളിച്ചു. എന്ന് വെച്ചാൽ സിംഹോപമ പ്രതാപിയായ കുരുവൃദ്ധനായ ആ ഭീഷ്മ പിതാമഹൻ അത്യുച്ചത്തിൽ സിംഹനാദ സദൃശമായ പോർവിളി നടത്തി യുദ്ധാരംഭ സൂചകമായ ശംഖനാദം ഉച്ചത്തിൽ മുഴക്കി. യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്നറിയിക്കാനാണ് ശംഖനാദം മുഴക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. തതഃ ശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തുമുലോഭവത്. തതഃ, അതിനുശേഷം,
ശംഖുകള്, ഭേരികള്, പണവം, ആനവം, ഗോമുഖം തുടങ്ങിയ വാദ്യങ്ങളൊക്കെ സഹസായേവ അഭ്യഹന്യന്ത ഉടൻ തന്നെ മുഴക്കപ്പെട്ടു. സ ശബ്ദ തുമുലോഭവത് ആ ശബ്ദം ഒന്നിച്ചു ചേർന്നിട്ട് ആകെ കോലാഹലമായി ഭവിച്ചു. ഭീഷ്മര് ശംഖനാദം പുറപ്പെടുവിച്ച സമയത്ത് തന്നെ ഉടൻ തന്നെ ആ സൈന്യങ്ങളൊട്ടാകെ വാദ്യസംഗീതം മുഴക്കി എന്നാണ് പറയുന്നത്. അതാണ് ശംഖ, ഭേരി എന്ന് പറഞ്ഞാൽ പെരുമ്പറ, പണവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദംഗം, ആനകം, ഗോമുഖം എന്നൊക്കെ പറഞ്ഞാൽ ഒരു തരം വാദ്യവിശേഷങ്ങൾ, തപ്പട്ടകളോ കാഹളോ ഇവയൊക്കെ ആവാം. ഇങ്ങനെയുള്ള വാദ്യഘോഷങ്ങളെ കൊണ്ട് യുദ്ധരംഗം മുഖരിതമായി. ഈ വാദ്യഘോഷങ്ങളുടെ ശബ്ദം മാത്രമല്ല, ആ വീരയോദ്ധാക്കൾ നടത്തുന്ന ആക്രന്ദനങ്ങളും പോർവിളികളും ഒക്കെ കൊണ്ട് ആ യുദ്ധരംഗം ആകെ കോലാഹലമായി തീർന്നു. അങ്ങനെ കൗരവപക്ഷം യുദ്ധത്തിന് തയ്യാറായി നിന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് നാളെ വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ